IPL-ൽ ആദ്യമായി 2009-ലാണ് സഞ്ജു സാംസന്റെ പേര് ഉയർന്നു കേട്ടത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്ലെയർ പൂളിൽ സഞ്ജുവിന്റെ പേര് ഉൾപ്പെടുകയായിരുന്നു. 3 വർഷത്തിനു ശേഷം സഞ്ജുവിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരലേലത്തിലൂടെ സ്വന്തമാക്കി. എന്നാൽ അരങ്ങേറ്റം കുറിക്കാനായില്ല. 2013-ൽ രാജസ്ഥാൻ റോയൽസിൽ പഞ്ചാബിനെതിരെ കളിച്ച അരങ്ങേറ്റം. ഒരു സീസൺ കൊൽക്കത്തയ്ക്കും 2 സീസൺ ഡൽഹിക്കുമൊപ്പം. 14 വർഷം നീണ്ട സഞ്ജുവിന്റെ IPL കരിയറിൽ 11 വർഷവും രാജസ്ഥാനൊപ്പം. എന്നാൽ ആ യാത്ര ഈ സീസണോടെ അവസാനിക്കുമോ? 2021-ലാണ് സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റനാവുന്നത്. 2022-ൽ ഫൈനലിലേക്ക് സഞ്ജു രാജസ്ഥാനെ നയിച്ചു. 2023-ൽ രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു 5-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യിച്ചു. തൊട്ടടുത്ത സീസണിൽ ആദ്യ 9 മത്സരങ്ങളിൽ 8-ലും സഞ്ജു ടീമിനെ ജയിപ്പിച്ച് കയറ്റി. പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത രാജസ്ഥാൻ ക്വാളിഫയർ 2-ലേക്ക് എത്തിയെങ്കിലും തോൽവി നേരിട്ടു. രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത താരമാണ് സഞ്ജു. എന്നാൽ 2025 IPL സീസണോടെ സഞ്ജുവും രാജസ്ഥാൻ റോയൽസും പിരിഞ്ഞേക്കുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. കൈവിരലിലേറ്റ പരിക്ക് പൂർണ്ണമായി മാറാത്തതിനെ തുടർന്ന് ബാറ്ററായാണ് സഞ്ജു ആദ്യ 3 മത്സരങ്ങളിൽ കളിച്ചത്. പിന്നാലെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ക്യാപ്റ്റൻ സ്ഥാനം വീണ്ടെടുത്തെങ്കിലും ടീമിനെ തുടർജയങ്ങളിലേക്ക് എത്തിക്കാനായില്ല. ഇതിന് പിന്നാലെയാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ വാരിയലിന്റെ ഭാഗത്തെ വേദനയെ തുടർന്ന് സഞ്ജു ബാറ്റിംഗ് പൂർത്തിയാക്കാതെ ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയത്. അതേ മത്സരത്തിൽ സൂപ്പർ ഓവറിന് മുൻപ് ടീം അംഗങ്ങളോട് സംസാരിക്കുമ്പോൾ സഞ്ജു പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് ഏറെ ചർച്ചയായി. ഡൽഹിക്കെതിരായ മത്സരത്തിന് ശേഷം പിന്നെ സഞ്ജു കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ലെന്നാണ് രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. എന്നാൽ ദ്രാവിഡും സഞ്ജുവും തമ്മിൽ ഇപ്പോഴും ഭിന്നത നിലനിൽക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു സീസൺ കൂടി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനൊപ്പം തുടരുമോ എന്ന ചോദ്യം ശക്തമാണ്. തുടർ തോൽവികളിൽ ദ്രാവിഡിന് നേർക്ക് ആരാധകരിൽ നിന്നുള്ള വിമർശനവും ശക്തമാണ്. ഈ സീസണിൽ 7 മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു കളിച്ചത്. നേടിയത് 224 റൺസ്. 66 റൺസാണ് ഉയർന്ന സ്കോർ. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം. മെയ് 16-ന് പഞ്ചാബിനെതിരായാണ് രാജസ്ഥാന്റെ സീസണിലെ അവസാന മത്സരം. ഈ 2 മത്സരങ്ങളുടെയും സമയമാവുമ്പോഴേക്കും സഞ്ജുവിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാനായേക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ ഫിറ്റ്നസ് അല്ല യഥാർത്ഥ പ്രശ്നമെങ്കിൽ സഞ്ജു അവസാന 2 മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യത വിരളമാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.